ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട സാധാരണ സേവനങ്ങൾ തന്നെ പലപ്പോഴും തടസ്സം നേരിടുന്നതിന് നാം അനുഭവസ്ഥരാണ്. എന്നാൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വളരെ സങ്കീർണമായ പ്രക്രിയയാണ്. സംസ്ഥാന IT മിഷൻ, കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള NIC, ആധാറിൻ്റെ ഉഡായി, BSNL എന്നീ 4 ഏജൻസികൾ സാങ്കേതികമായി സഹകരിച്ചു കൊണ്ടാണ് ഗുണഭോക്താവിനെ തിരിച്ചറിയുന്ന പ്രക്രിയ നടക്കുന്നത്. ഇതെല്ലാം 12 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ ടൈം ഔട്ടെന്ന് എഴുതി കാണിക്കും. ഉടൻ തന്നെ ഇഷ്യൂ ആണ്. ഇതിൽ ഈ 12 സെക്കൻഡിനകത്ത് ഇത് കറക്റ്റാക്കി കൃത്യമായാൽ ഉടൻ അതിലേക്ക് പോകാൻ കഴിയും. പക്ഷേ എന്തെങ്കിലും എറർ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ വിഷയം വന്നാൽ ഉടൻ തന്നെ അതിനകത്ത് ടൈം ഔട്ടെന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ ഒന്നേന്ന് വീണ്ടും വിരൽ വെക്കേണ്ടി വരും. അത് ശരിയായ രീതി ആകണമെങ്കിൽ. തെറ്റാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെയാണ് ഈ പ്രവൃത്തി നടത്തേണ്ടത്. ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ അത് വളരെ വഷളാകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ കുറച്ചുകൂടെ, കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാ സ്ഥലത്തും ഉള്ളത് കൊണ്ട് അവരതൊന്നും വല്ലാതെ, അപ്പോൾ ആ പ്രചരണം ഇപ്പോൾ ഇന്നലെ ഇവിടെ ഞാൻ വൈകുന്നേരത്ത് മണക്കാടുള്ള ഒരു ലൈസൻസി തിരക്കുമ്പോൾ അവരുടെ കടയിൽ ഇന്നും 48 രാവിലെ തിരക്കുമ്പോൾ ഉച്ചയ്ക്ക് തിരക്കുമ്പോൾ 48-ലധികം പേര്, അല്ലേ, 47 പേര് ഇതിൽ പങ്കാളിയായിട്ടുണ്ട്. വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് 47 പേര് ആ കടയിൽ. ഇന്നലെ അവർ അതിൻ്റെ പ്രവൃത്തി സമയം കഴിഞ്ഞതിന് ശേഷം 100-ലധികം പേർക്ക് അവരിന്നലെ മസ്റ്ററിങ് നടത്തി. ഇന്നലെ നമ്മൾ പ്രത്യേകിച്ച് നിശ്ചയിച്ച സമയമൊന്നുമല്ല. അതൊക്കെ അത് സഹകരിപ്പിച്ച് ചെയ്യാവുന്ന കാര്യമുള്ള ഒരു കടക്കാർ വിചാരിച്ചാൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ ആ കടയിൽ. ഈ 2 വിഭാഗത്തിലും പെടുന്ന ആളുകൾ വളരെ കുറവുള്ള കടകളുണ്ട്, ഒരു 200-ന് താഴെയുള്ള കടകളാണ് മഹാഭൂരിപക്ഷവും. അപ്പോൾ ആ കടക്കാർക്ക് സമയം ക്രമീകരിച്ച് നമുക്ക് ഇത് വിജയിപ്പിക്കാൻ അവർ കൂടെ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ആയിരക്കണക്കായ ലൈസൻസുകളുണ്ട്. ഞാനിന്ന് ഉച്ചയ്ക്ക് നോക്കുമ്പോൾ 14,000 ഇഷ്ടം കടകളിൽ 7,402 കടകളാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞതെന്താ? അവധി സമയം കൊടുക്കാതെ പ്രവർത്തിപ്പിച്ച് പരമാവധി ആളുകളെ ഇതിൽ സഹകരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. പക്ഷേ സഹകരിക്കാത്ത കട അടച്ചിട്ടിരിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ നന്നായി സഹകരിച്ച് സമയത്തിന് പുറത്ത്, അവരുടെ പ്രവൃത്തി സമയത്തിന് പുറത്ത് ഇത് വിജയിപ്പിക്കാൻ സഹകരിക്കുന്ന ലൈസൻസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ജനങ്ങളും ലൈസൻസുകളും കുറച്ചുകൂടെ ക്ഷമയോടുകൂടി ഈ വിഷയത്തിൽ സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയൂ. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഉണ്ടാകുന്ന പാകപ്പിഴ മൂലം പ്രക്രിയ മുഴുവൻ തകരാറിലാകും. ഇന്ന് രാവിലെ മസ്റ്ററിങ് നടത്താൻ ചില പ്രയാസങ്ങൾ നേരിട്ടു. ഇന്ന് 1,88,317 ഞാൻ ഇറങ്ങുന്ന സമയത്തുള്ള കണക്കാണ്. മുൻഗണനാ കാർഡ് അംഗങ്ങൾക്ക് മാത്രമേ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ 2 തവണ ഉന്നതതല യോഗം ആദ്യം നടത്തി. സ്റ്റേറ്റ് IT മിഷൻ, IT വകുപ്പ്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, NIC ഇവരുടെയെല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ എൻ്റെ സാന്നിധ്യത്തിലാണ് ആ യോഗം കൂടിയത്. സ്റ്റേറ്റ് IT മിഷൻ്റെ സെർവറിലുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഇന്നുണ്ടായ തടസ്സം എന്ന് വിലയിരുത്തുകയും പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. രാവിലെ തന്നെ ഇതിന് കാരണം എന്താണെന്ന്, കഴിഞ്ഞ തവണ ഉണ്ടായ 2 വിഷയങ്ങളും വേറെയായിരുന്നു. ആധാറിലുണ്ടായ തകരാറാണ്. സ്റ്റേറ്റ് IT മിഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഓതൻറ്റിക്കേഷൻ യൂസർ ഏജൻസി തകരാറുണ്ടായാലും വീഴ്ചയില്ലാതെ പ്രവർത്തനങ്ങൾ നടത്താൻ NICയുടെ ഉടമസ്ഥതയിലുള്ള ഒരു AUA പകരമായി ഉപയോഗിക്കാനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് പ്രവർത്തന സജ്ജമായാൽ ഒരു AUAയിൽ തകരാർ വന്നാലും പകരമുള്ള AUA ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇന്നത്തെ ചർച്ചയിലൂടെ ധാരണയാക്കിയിട്ടുണ്ട്. പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ മുഴുവൻ മഞ്ഞ, പിങ്ക് കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിങ് ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുന്ന നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാർച്ച് 31-ന് മുമ്പ് മസ്റ്ററിങ് പൂർത്തിയായില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിന് പുറത്ത് താമസമുള്ളവർക്ക് മസ്റ്ററിങ്ങിനായി മതിയായ സമയം നൽകും. കിടപ്പ് രോഗികൾക്ക് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്ത് നേരിട്ടെത്തി മസ്റ്ററിങ് നടത്തും. നാളെയും മറ്റന്നാളും ഞായറാഴ്ച അവധിയാണെങ്കിൽ പോലും മഞ്ഞ കാർഡുകാർക്ക് മാത്രമായിരിക്കും മസ്റ്ററിങ്. നാളെ മറ്റന്നാളും മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കാതിരിക്കാൻ റേഷൻ വ്യാപാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
പിങ്ക് കാർഡിൽപ്പെട്ട ഒരാൾ ഇതിനു വേണ്ടി മാത്രം വന്നുവെന്ന് പറഞ്ഞ് വന്നാൽ അത് ഒഴിവാക്കി വിടാതെ അവരെയും കൂടെ സഹകരിപ്പിക്കുന്ന ഒരു സമീപനം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറവിൽ എല്ലാ പിങ്കുകാരെയും കൂടെ കയറ്റി ആകെ അലങ്കോലാക്കുന്ന നിലപാടിലേക്ക് ആരും പോകരുത് എന്ന് ലൈസൻസുകളോട് അറിയിക്കാൻ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ കാർഡുകാർ മസ്റ്ററിങ്ങിന് വരുന്നവർക്ക് നാളെയും മറ്റന്നാളും അവർക്ക് അരി കൂടി റേഷൻ ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ സൗകര്യമുണ്ടാകും. എന്നാൽ മറ്റ് കാർഡുകാർക്ക് അരി വിതരണം നടത്താൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട തുടർ നിർദ്ദേശം എല്ലാവരുമായി കൂടിയാലോചിച്ച് ഞായറാഴ്ച വൈകുന്നേരത്ത് മാധ്യമങ്ങളോട് അറിയിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം 2 ദിവസത്തെ ഇതിൻ്റെ പുരോഗതിയും ഇതിൻ്റെ അവസ്ഥയും നിരീക്ഷിച്ചുകൊണ്ട് ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി ഇതിൻ്റെ ക്രമീകരണങ്ങൾ തൊട്ടടുത്ത ആഴ്ചയിലുള്ള ക്രമീകരണങ്ങൾ അറിയിക്കുന്നതാണ്. ആശങ്ക ഒന്നും വേണ്ട. നാളെയും മറ്റന്നാളും കൊണ്ട് തന്നെ ഈ പ്രവൃത്തിയെല്ലാം അവസാനിക്കുന്നു എന്ന പ്രചരണത്തിലേക്ക് പോകാതെ ആവശ്യം വന്നാൽ അതിനനുസരിച്ച് സമയം ക്രമീകരിച്ച് മുഴുവൻ ആളുകൾക്കും ഇതിൽ അവരെ സഹകരിപ്പിക്കാനുള്ള പ്രവൃത്തി പരിപാടി തയ്യാറാക്കുന്നതാണ്.